ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയോ പോകുന്നതെന്നല്ല നിങ്ങൾ വിചാരം, എവിടെയല്ല, എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്വല്ലറിയിൽ നിന്നും അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പേഴ്സോ ഗ്ലാസ്സോ അങ്ങനത്തെ കപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ തരില്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ 2 ഐറ്റംസാണ് ഈ പേഴ്സ്. അപ്പോൾ ഈ പേഴ്സിൽ അവർ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരെ ഷോപ്പിൻ്റെ എംബ്ലം അല്ലെങ്കിൽ പേര് ഈ പേഴ്സിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒക്കെ മുകളിൽ പതിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പക്ഷേ അടിപൊളി പേഴ്സും ഗ്ലാസ്സൊക്കെ ആയിരിക്കും. പക്ഷേ എന്താ, അവരുടെ ഷോപ്പിൻ്റെ പേര് ഇതിലുണ്ടാവും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്യാനുള്ള വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ചെടുക്കുക. ഒരു ഗ്ലാസോളം വിനാഗിരി ആയിക്കഴിഞ്ഞാൽ നല്ലത് കേട്ടോ. വിനാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം വീട്ടിൽ ഇതുണ്ടാകും, ഹൗസ് ക്ലീനിങ്ങിനൊക്കെ ഇത് ഭയങ്കരമായിട്ടോ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ സാധനമാണ്, അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ അധികം വീട്ടിൽ ഇതുണ്ടാവും, ഇല്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു 1/2 ഗ്ലാസോളം വിനാഗിരി ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മളെ ഏതാണോ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഈ പേഴ്സ് ആണെങ്കിൽ പേഴ്സ് അത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു മാസ്ക് ഇടണോ വേണ്ടി വന്നു. ചില ഇതിൻ്റെ സ്മെല്ലും പിടിക്കില്ല, വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ മണം പിടിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് മാസ്ക് ഇട്ടിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ ഈ പേര് വരുന്നത് ആ ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നിക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഡിപ്പ് ചെയ്ത് വെക്കുക. മുക്കി വെച്ച് അപ്പാടൻ്റെ അടുത്ത് തന്നെ ഇതൊന്നും പോകില്ല, എന്താ പറയുക, പേരൊന്നും പോകുന്നില്ല കേട്ടോ. ആ പേരൊക്കെ എന്ന് വെച്ചാൽ അത്രക്ക് അവർ എന്താ പറയുക, കട്ടിയുള്ള പെയിൻറ്റ് ഉണ്ടായില്ല, ഇളകി പോകരുത് എന്ന് കരുതിയിട്ട് ഒട്ടിച്ച് വെക്കുന്നിടത്ത് പെയിൻറ്റാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു 1/2 മണിക്കൂറോളം ഡിപ്പ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ പേരൊക്കെ പോകുള്ളൂ കേട്ടോ. എന്നിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ പോകും. ഞാനിത് കുറച്ച് സമയം മുക്കി വെച്ചിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉരച്ച് കൊടുക്കേണ്ട വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടി സമയം മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ പറയുക, സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആ പേര് ഉരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾ ഉരക്കുമ്പോൾ തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും അതിൻ്റെ പേരിങ്ങനെ മാനുമാന് പോകുന്നുണ്ട് കേട്ടോ. അവരെ പെയിൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള പെയിൻ്റാണ്, അത് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ വിനാഗിരിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അവരെ പേര് പോക്കാൻ പറ്റും കേട്ടോ. പേഴ്സും ഗ്ലാസ്സൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ എന്താ, അവരെ പേരുണ്ടാകുമ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ചിലതിൻ്റെയൊക്കെ പേര് ഫ്രണ്ട് തന്നെയാണ് വരിക. അപ്പോൾ അടിപൊളി പേഴ്സ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ അതൊരു പരസ്യം പോലെ. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന പരസ്യം തന്നെയാണ് കേട്ടോ. പേഴ്സിലൊക്കെ പേര് എന്തിനാണ് അവർ പതിപ്പിക്കുന്നത്, അവർക്ക് ഒരു പരസ്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനെന്തായാലും ഇതാ ഉരച്ച് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ പേരിതാ പോയിട്ടുണ്ട് കേട്ടോ, അവരുടെ ഷോപ്പിൻ്റെ പേര് പോയിട്ടുണ്ട്. ഞാനിത് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കുറേ മുന്നേ കിട്ടിയതാണ്, ഇപ്പോൾ ഇതിനൊരു ഐഡിയ ഒതിച്ച് ഇങ്ങനെ ചെയ്യാലോ എന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗിക്കാണ്ട് വെച്ച പേഴ്സോ അങ്ങനെ എന്തൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വിനാഗിരി മേടിക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പേരൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഞാനിത് 2ാമത്തെ പേഴ്സ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പേഴ്സാണ്. ഈ പേഴ്സിൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ ഞാനിത് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 1/2-3/4 മണിക്കൂറോളം ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു തുണി എടുത്തിട്ട് ഇത് ഉരച്ചെടുത്തിട്ട് പോക്കുക കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എന്ത് ചെയ്യാം, ടാറ്റാ ബൈ ബൈ, സീ യു.